പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ പത്തനംതിട്ട കുമ്പഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലാവണ്യ സതീഷ് അല്ലേ? സതീഷ് എനിക്കറിയാം, സതീഷ് താമ്പോൻ വൈഫല്ലേ? ഇപ്പം സിനിമയിലൊക്കെ ഗാനങ്ങളൊക്കെ എഴുതി എല്ലാവരും എൻ്റെ ഒരു സുഹൃത്താണ്, ആത്മമിത്രമാണ്, ഈ ബന്ധുവാണ്. അപ്പം വൈഫ് പാടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ? ചെറുതായിട്ട് അതെ, ശൈലജ പാടത്തുള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ പതുക്കെ അതെന്താ ഉദ്ദേശിച്ചത്? കുറച്ച് കുഴപ്പമില്ല. പല്ലവി അനുപല്ലവി പാടുമല്ലോ. അപ്പൊ പ്രിയ പ്രേക്ഷകര്, ലാവണ്യ സതീഷ് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? അതും ഇല്ലേ? സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സംഗീതം ഉദ്ദേശിച്ചു, ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇതൊക്കെ നമ്മുടെ മിത്രങ്ങളാണ്, അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് സംസാരിച്ചത്. അപ്പൊ ലാവണ്യ സതീഷിന്റെ ഒരു ഗാനം അത് പ്രിയ പ്രേക്ഷകർ സ്നേഹത്തോടെ സ്വീകരിക്കണം, ലാവണ്യെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ മോളെ. மன்னவன் பேரை சொல்லி மல்லிகை சூடிக்கொண்டே மன்மதன் பாடலொன்று நெஞ்சுக்குள் பாடிக்கொண்டே வெள்ளத்தான் இன்னியும் இல்லையே வாசல்கள், என்னவோ ஆசைகள், எண்ணத்தின் ஓசைகள், மாலை சூடி மஞ்சள் தேடி மாலை சூடி மஞ்சள் தேடி காதல் தேவன் சந்நிதி காண 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 சின்ன சின்ன வந்த கோயில் கொஞ்சி கொஞ்சி கூவுதம்மா. புதுதாக ஆனந்தம், புதுதாக ஆரம்பம், புதுதாக ஆனந்தம், புதுதாக ஆரம்பம், பூத்தேடும் போமட்டு நானா நானா. சின்ன சின்ன வந்த கோயில் கொஞ்சி கொஞ்சி கூவுதம்மா. மேனிக்குள் காற்று வந்து மெல்லத்தான் ஆடிக்கொண்டே மஞ்சுக்குள் காதல் கங்கை போல் ஆடிக்கொண்டே உன்னத்தின் இல்லையோ இல்லையே அந்தையும் வந்த நாள் தொல்லை தொல்லை காலந்தோறும் வேண்டும் பருவமெங்கே தனல் பாட 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 சின்ன சின்ன வந்த குயில் கொஞ்சி கொஞ்சி கூவுதம்மா. புதுதாக ஆனந்தம், புதுதாக ஆரம்பம், புதுதாக ஆனந்தம், புதுதாக ஆரம்பம், பூத்தேடும் போமட்டு நானா நான். சின்ன சின்ன வந்த குயில் கொஞ்சி கொஞ்சி கூவுதம்மா. ഓക്കെ ലാവണ്യ, നന്നായിട്ട് പാടിയോട്ടോ. പിന്നെ ഭയങ്കര ടെൻഷൻ ആയിരുന്നല്ലേ? ലാവണ്യക്ക് ഭയങ്കര ടെൻഷൻ. എന്താ അറിയാ, ഇവിടെ വന്നപ്പോഴേ ഒത്തിരി പേരുണ്ട്, കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. അപ്പൊ ലാവണ്യ അങ്ങനെ പ്രൊഫഷണലായിട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഹസ്ബൻഡ് പറഞ്ഞ പ്രകാരം പാടിയതാണ്. അപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിലും നന്നായിട്ട് പാടി അല്ലേ? നന്നായിട്ട് പാടിയില്ലേ? അപ്പം പ്രേക്ഷകർ ലാവണ്യയുടെ പാട്ട് സ്വീകരിക്കട്ടെ, സപ്പോർട്ട് ചെയ്യട്ടെ. എല്ലാവരുടെയും പ്രോത്സാഹനം അനുഗ്രഹവും ലാവണ്യക്ക് ഉണ്ടാകണം. ഓക്കെ. എങ്കിൽ ഒരു കാര്യത്തിൽ സമ്മതിക്കുന്നു, പറഞ്ഞപ്പോൾ തന്നെ പാടിയല്ലോ. വരികൾ അല്ലേ, മൊബൈൽ നോക്കിയല്ലേ, നോക്കിയാ പാടിയത്. ഭയങ്കര ടെൻഷൻ ആയിട്ടിരിക്കുന്നു എന്തിന്? ഇതേ എൻ്റെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകരാണ്. തീർച്ചയായിട്ടും ലാവണ്യെ പ്രോത്സാഹിപ്പിക്കും.